ഞാൻ ഇന്നെടുക്കുന്ന പോർഷൻ ഒരു UPS സിസ്റ്റത്തിനെ കുറിച്ചാണ്. ബേസിക്സ് ഓഫ് UPS സിസ്റ്റം. UPS എന്ന് വെച്ചാൽ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ എന്നാണ്. തടസ്സരഹിതമായ വൈദ്യുതി വിതരണം നിർവഹിക്കുന്ന ഉപകരണമാണ് UPS. കമ്പ്യൂട്ടറുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നു. മെയിനുകളിൽ നിന്നുള്ള പവർ ഉപയോഗിച്ച് ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യുന്നതിന് എല്ലാ UPS ഡിസൈനുകളിലും ഒരു ബാറ്ററി ചാർജർ അടങ്ങിയിരിക്കുന്നു. ചെറിയ UPSൽ സാധാരണയായി 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ പവർ ബാക്കപ്പ് നൽകാൻ കഴിയുന്ന ഒരു സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററികളുണ്ട്. ബാറ്ററിയുടെ ശേഷി ഉപയോഗിച്ച് ബാക്കപ്പ് സമയം വർദ്ധിക്കുന്നു. ട്യൂബുലാർ ബാറ്ററികൾ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ബാറ്ററികൾ ഇടത്തരവും വലിയതുമായ UPSകളിൽ ഉപയോഗിക്കുന്നു. അടുത്തത് UPS ക്ലാസിഫിക്കേഷൻ. UPSന് രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഒന്ന് ഓഫ്ലൈൻ, രണ്ട് ഓൺലൈൻ. മെയിൻ ഉള്ളപ്പോൾ ലോഡ് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഈ രണ്ട് UPSകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കൂടാതെ സവിശേഷതകളിലും വില നിർണ്ണയത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. ഓഫ്ലൈൻ UPS മെയിൻസിനെ ഫിൽട്ടർ ചെയ്ത് മിക്ക സമയത്തും ലോഡിലേക്ക് നേരിട്ട് ഫീഡ് ചെയ്യുകയും ചെയ്യുന്നു. മെയിനിൽ പ്രശ്നമുണ്ടായാൽ, ഒരുപക്ഷെ വോൾട്ടേജിൽ നേരിയ കുറവുണ്ടായാൽ, ലോഡ് ഒരു വേഗതയേറിയ റിലേയിലൂടെ സാധാരണയായി പകുതി സൈക്കിളിൽ ഒരു ഇൻവെർട്ടറിലേക്ക് ഒരു ബാറ്ററിയിൽ നിന്നും അതിൻ്റെ പവർ നേടുന്നു. മിക്ക കമ്പ്യൂട്ടറുകൾക്കും അനുയോജ്യമായ മെയിൻ ഉണ്ടാക്കി ഇൻവെർട്ടർ ഒരു സ്റ്റെപ്പ് വേവ് ഫോം സൃഷ്ടിക്കുന്നു. സിന്തറ്റിക് സൈൻ വേവ് ഉപയോഗിച്ച് ലോഡ് പവർ ചെയ്യുന്നതിന് ഓൺലൈൻ UPS വീണ്ടും AC പോകുന്നതിന് മുമ്പ് AC മെയിനുകളെ DCയിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. DC ലിങ്കിൽ ഉടനീളം കണക്റ്റ് ചെയ്തിരിക്കുന്ന ബാറ്ററി ബാക്കപ്പ് പവർ ഉറവിടമായി പ്രവർത്തിക്കുന്നു. ഇൻപുട്ട് മെയിനിനെ ലോഡിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ബ്ലോക്ക് ചെയ്ത് മെയിൻ ലൈനിൽ കംപ്ലൈൻ്റ് ഉണ്ടാകുമ്പോൾ ബ്രേക്ക് ഇല്ലാതെ സപ്ലൈ നൽകുന്നു. അടുത്തത് സ്റ്റാൻഡ് ബൈ ഓഫ്ലൈൻ UPS ബ്ലോക്ക് ഡയഗ്രം. അടുത്തത് സ്റ്റാൻഡ് ബൈ ഓഫ്ലൈൻ ബ്ലോക്ക് ഡയഗ്രം. മെയിൻസ് വിതരണം ലഭ്യമാകുമ്പോൾ ലോഡ് നേരിട്ട് മെയിനുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ വോൾട്ടേജ് കുറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ഓഫ്ലൈൻ UPS ലോഡ് ഇൻവെർട്ടറിലേക്ക് മാറ്റുന്നു. മെയിൻ ലൈൻ ഉള്ളപ്പോൾ ബാറ്ററി ചാർജർ മുഖേന ബാറ്ററി ചാർജ് ആകുന്നു. അതേസമയത്ത് ഇൻവെർട്ടർ ഷട്ട് ഡൗൺ ആകാം അല്ലെങ്കിൽ ഐഡിയൽ മോഡിലാകാം. അങ്ങനെ ഒരു ഓഫ്ലൈൻ UPSൽ ഓരോ തവണയും ഒരു ലോഡ് ട്രാൻസ്ഫർ ഉൾപ്പെടുന്നു. മെയിനുകൾ തടസ്സപ്പെടുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഓവർ റിലേകൾ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ചുകൾ ഉപയോഗിച്ചാണ്. ഏത് സാഹചര്യത്തിലും ലോഡ് ഒരു വോൾട്ടേജും നൽകാത്ത ഒരു കുറച്ച് സമയം ഉണ്ടാവും. ലോഡ് ഒരു കമ്പ്യൂട്ടറിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ടൈം 5 മിനിറ്റിൽ കൂടുതലാണെങ്കിൽ കമ്പ്യൂട്ടർ റീബൂട്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ചില പരിഷ്കരിച്ച ഡിസൈനുകൾ ട്രാൻസ്ഫോർമർ ടാപ്പിംഗ് വഴി പരിമിതമായ പരിധിയിലുള്ള വോൾട്ടേജ് നിയന്ത്രണവും റേഡിയോ ഫ്രീക്വൻസി ഫിൽട്ടറുകളും മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ ഉപയോഗിച്ച് ഒരു പരിധിവരെ പരിരക്ഷിക്കുന്നു. ഓഫ്ലൈൻ UPS ഇക്കണോമിക്കലും സിമ്പിളുമായ ഒരു ഡിസൈനാണ്. അതിനാൽ ഇത് ലോ കോസ്റ്റ് റേറ്റിങ്ങിനും PC യൂസേഴ്സിനും മുൻഗണന നൽകുന്നു. ലോഡ് ക്രിട്ടിക്കലാണെങ്കിൽ ഒരു ഓഫ്ലൈൻ UPSൻ്റെ ആവശ്യകതയില്ല. സാധാരണയായി ലോഡിംഗ് കപ്പാസിറ്റി ഉള്ള സ്ക്വയർ വേവ് ഔട്ട്പുട്ട് ഓഫ് ലൈൻ UPS വിപണിയിൽ ലഭ്യമാണ്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഓഫ്ലൈൻ UPS. ഹൈ എഫിഷ്യൻസി, സ്മാൾ സൈസ്, ലോ കോസ്റ്റ്. അടുത്ത ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഓഫ്ലൈൻ UPS. കംപ്ലൈൻറ്റ് കൂടുതലായാൽ UPS ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ ബാറ്ററിയെ ഡിപ്പെൻഡ് ചെയ്യും. ബാറ്ററി കംപ്ലൈൻ്റ് ആയാൽ മുഴുവൻ സിസ്റ്റം കംപ്ലൈൻ്റ് ആകും. ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ കംപ്ലൈൻറ്റ്സ് കാരണം സിസ്റ്റം റീബൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫയൽസ് നഷ്ടപ്പെടും. ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. നോർമൽ വോൾട്ടേജ് 200 വോൾട്ട് ടു 240 വോൾട്ട് പരിധിയിൽ. ഒരു UPSൻ്റെ ഫ്രണ്ട് പാനൽ വ്യൂവും റിയർ പാനൽ വ്യൂവും തന്നിരിക്കുന്നു. ഇതിൽ കുറച്ച് കമ്പോണൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ കമ്പോണൻസുകളെ കുറിച്ച് പറയാം.
ഫ്യൂസ്, ഫ്യൂസ് ഹോൾഡർ, സ്വിച്ചസ്, സോക്കറ്റ്സ്, പാനൽ ഇൻഡിക്കേറ്റർ, LED ആൻഡ് നിയോൺ ലാമ്പ്, മീറ്റർസ്, വോൾട്ട് മീറ്ററും അമ്മീറ്ററും. സ്വിച്ചസ്, ഓൺ ഓഫ് സ്വിച്ച്, റീസെറ്റ് സ്വിച്ച് എന്നിവ കോമണായി UPSൽ ഉപയോഗിക്കുന്നു. റീസെറ്റ് സ്വിച്ച് സപ്ലൈ സർക്യൂട്ടിൽ ഓവർലോഡ് ഉണ്ടാകുമ്പോൾ കട്ട് ഓഫ് ആക്കാനും റീസ്റ്റാർട്ട് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. ഇതൊരു പുഷ് ബട്ടൺ സ്വിച്ചാണ്. നോർമൽ പൊസിഷനിൽ ഓണാകുകയും പുഷ് ചെയ്യുമ്പോൾ സർക്യൂട്ട് കട്ട് ഓഫ് ആകുകയും ചെയ്യുന്നു. അടുത്ത സോക്കറ്റ്, കോമണായി യൂസ് ചെയ്യുന്ന സോക്കറ്റ് 5 ആംപിയർ ഓർ 15 ആംപിയറിൻ്റെ ആണ്. വിവിധ ഉപകരണങ്ങൾക്ക് കണക്ട് ചെയ്യാൻ 3 ഔട്ട്പുട്ട് പവർ സോക്കറ്റുകൾ കൂടി പുറകിൽ ഉണ്ടാകും. ഡിഫറെൻറ്റ് LED ഇൻഡിക്കേഷൻസ്, ബസേഴ്സ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ UPS. മെയിൻ ഓൺ ഇൻഡിക്കേഷൻ, മെയിൻസ് ലോ ഇൻഡിക്കേഷൻ, മെയിൻസ് ഹൈ ഇൻഡിക്കേഷൻസ്, ഇൻവെർട്ടർ ഓൺ ഇൻഡിക്കേഷൻ. To get the output from UPS switch on the inverter on switch. UPS trip indication, overload indication, overload buzzer, low battery warning indication, battery charging indication, output voltage low indication. General specifications. UPS are available from 500 VA to 20 kVA or above. VA എന്ന് പറഞ്ഞാൽ വോൾട്ട് ആംപിയർ എന്നും KVA എന്ന് പറഞ്ഞാൽ കിലോ വോൾട്ട് ആംപിയറുമാണ്. പവർ ഫാക്ടർ സ്പെസിഫിക്കേഷൻസ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സ്. 1 kVA UPS പവർ ഫാക്ടർ എന്നത് 0.6 ആയിരിക്കും. 1 kVA ഈക്വൽ ടു 1000 വോൾട്ട് ആംപിയർ ആണ്. അതായത് 1000 ഇൻറ്റു 0.6 ഈക്വൽ ടു 600 വാട്ട്സ് ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് 230 വോൾട്ട് AC ±20%, 50 ഹെർട്സ് സിംഗിൾ ഫേസ് സൈൻ വേവ് ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് 230 വോൾട്ട് AC ±10%, 50 ഹെർട്സ് സ്ക്വയർ വേവ് ഓർ സൈൻ വേവ് ആയിരിക്കും. ഇത് ഓൺലൈൻ UPSലാണെങ്കിൽ 230 വോൾട്ട് AC ±2%, 50 ഹെർട്സ് ആയിരിക്കും. ബാറ്ററി 7 AH എന്ന് പറഞ്ഞാൽ ആംപിയർ ഹവർ എന്നാണ്. 12 വോൾട്ട്, സീലഡ് മെയിൻ്റനൻസ് ഫ്രീ ഫോർ ഓഫ് ലൈൻ UPS. കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും. ട്യൂബുലാർ ബാറ്ററീസ് ഫ്രം 4 AH ടു 160 AH, 12 വോൾട്ട് ടു 120 വോൾട്ട് ഫോർ ഓൺലൈൻ UPS. കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും. അവൈലബിലിറ്റി ഓഫ് ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേഷൻ ഫീച്ചർ. ടൈപ്പിക്കൽ റീചാർജ് ടൈം ടു ചാർജ് 90% ഓഫ് ദ ഫുൾ ലോഡ് കപ്പാസിറ്റി ഓഫ് ദ ബാറ്ററി ഈസ് 5 hours. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ. ഇൻപുട്ട് ഫ്യൂസ് ഓൺ മെയിൻസ്, ഹൈ വോൾട്ടേജ് ഇൻപുട്ട്സ്, ലൈൻ ഫോൾട്ട്സ്, ഷോർട്ട് സർക്യൂട്ട് എന്നിവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ പ്രൊട്ടക്ഷൻ, ഹൈ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടാകുമ്പോൾ ഫ്യൂസുകൾ കത്തിപ്പോകാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പോളിസ്റ്റർ കപ്പാസിറ്റർ ഫോർ ലൈറ്റനിങ് പ്രൊട്ടക്ഷൻ, ഇതിന് ട്രാൻസ്ഫോർമർ വൈൻഡിങ്ങിന് എക്രോസായി കണക്ട് ചെയ്യുന്നു. ഇടിമിന്നലുള്ളപ്പോൾ ട്രാൻസ്ഫോർമർ ബേൺസ് ആവാതിരിക്കാൻ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഫ്യൂസസ് ടു പ്രൊട്ടക്റ്റ് ദ മോസ്ഫെറ്റ്സ്. മോസ്ഫെറ്റ്സ് എന്ന് വെച്ചാൽ മെറ്റാലിക് ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് എന്നാണ്. ഓവർ കറണ്ടിനോട് മോസ്ഫെറ്റ്സ് വളരെ സെൻസിറ്റീവാണ്. അതിനാൽ ഓവർ കറണ്ടിനെ മോസ്ഫെറ്റിലേക്ക് കടത്തിവിടാതെ ഫ്യൂസ് പ്രൊട്ടക്റ്റ് ചെയ്യും. ചാർജർ ഫ്യൂസ് ടു പ്രൊട്ടക്റ്റ് ദ ചാർജർ സർക്യൂട്ട്. ചാർജർ സർക്യൂട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോൾട്ട് ഉണ്ടായാൽ ആ സർക്യൂട്ടിലെ SCR സിലിക്കൺ കൺട്രോൾ റെക്ടിഫയേഴ്സ് ബേൺസ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചാർജർ ഫ്യൂസ് ചാർജർ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ MOV എന്നാൽ മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ എന്നാണ്. MOVക്ക് എക്രോസ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് സോക്കറ്റ് ഫേസ് ആൻഡ് ന്യൂട്രൽ കണക്ട് ചെയ്യുന്നത്. ഫീഡ്ബാക്ക് സർക്യൂട്ട് കംപ്ലൈൻ്റ് ആയാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 300-ൽ കൂടുതൽ വോൾട്ടിലേക്ക് മാറാൻ സാധ്യതയുണ്ട്.
ഇത്തരം സാഹചര്യം ഉണ്ടായാൽ ലോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ MOV ഉപയോഗിക്കുന്നു. ഓവർലോഡ് പ്രൊട്ടക്ഷൻ. കറണ്ടിൻ്റെ പ്രീസെറ്റ് വാല്യൂ ഹൈ ആകുമ്പോൾ UPS ഓവർലോഡ് ആകുന്നു. ഇത് UPSനെ പ്രത്യേകിച്ച് മോസ്ഫെറ്റ് ഓർ IGBTയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടായാൽ UPS തനിയെ ഓഫ് ഇൻഡിക്കേഷൻ കാണിച്ച് UPS ഔട്ട്പുട്ട് ഓഫ് ആവും. ബാറ്ററി ഓവർ ചാർജ് അല്ലെങ്കിൽ ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ. ബാറ്ററി ഹൈ വാല്യൂവിൽ ചാർജ് ആയാൽ ഈ പ്രൊട്ടക്ഷൻ സാധ്യമാകും. അതായത് സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററീസിൻ്റെ ചാർജ് എന്നത് 15.8 വോൾട്ട് വരെയാണ്. ട്യൂബുലാർ ബാറ്ററീസിൻ്റെ ചാർജ് 14.1 വോൾട്ട് വരെയാണ്. ഇത് ബാറ്ററിയെ ഒരു ലെവലിൽ താഴെ ഡിസ്ചാർജ് ചെയ്യുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ബാറ്ററി വോൾട്ടേജ് 10.5 വോൾട്ടിന് താഴെ ഡിസ്ചാർജ് ആകുകയാണെങ്കിൽ UPS ഓട്ടോമാറ്റിക്കായി ഓഫ് ആകും. അത് ചേഞ്ച് ഓവർ ഇൻ ഓഫ് ലൈൻ UPS സിസ്റ്റം. റിലേ കോയിലുകൾക്കായി കൊടുക്കുന്ന ബാറ്ററി വോൾട്ടേജ് റിലേ കൺട്രോൾ ചെയ്യുന്നു. ബാറ്ററി വോൾട്ടേജ് വെരി ലോ ആണെങ്കിൽ സ്വിച്ച് വർക്കിംഗ് കണ്ടീഷൻ ആക്കാൻ റിലേ കോയിലിന് കഴിയില്ല. മെയിൻസ് ഓക്കെ ആണെങ്കിലും വോൾട്ടേജ് കംപ്ലൈൻറ്റിലേക്ക് മാറും. ഇത്തരത്തിലുള്ള ഓഫ്ലൈൻ സിസ്റ്റങ്ങൾ ബാറ്ററിയെ ആശ്രയിച്ചിരിക്കുന്നു. ചില ഓഫ്ലൈൻ സിസ്റ്റങ്ങളിൽ ബാറ്ററി ഫ്രീ ആണ്. കോയിലേക്ക് സപ്ലൈ മെയിൻസ് തന്നെ നൽകുന്നു. മെയിൻ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ റെഡ്യൂസ് ചെയ്യുകയും റെക്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നു. മെയിൻ റെക്ടിഫൈ ആക്കിയ സപ്ലൈയെ ചേഞ്ച് ഓവർ റിലേ കോയിലിലേക്ക് നൽകിയിരിക്കുന്നു. ബാറ്ററി ലോ വോൾട്ടേജിലായാൽ റിലേ കോയിലിന് സപ്ലൈ ഡിസ്ട്രിബ്യൂഷന് തടസ്സമുണ്ടാകില്ല. ബാറ്ററി പ്രോബ്ലംസ് കണക്കിലെടുക്കാതെ ഇത്തരത്തിലുള്ള ഓഫ്ലൈൻ UPS മെയിൻസിനെ ഔട്ട്പുട്ടിലേക്ക് നൽകുന്നു. അടുത്തത് ഓൺലൈൻ UPS. ഓൺലൈൻ UPSൽ മെയിൻ പവർ ഉണ്ടോ ഇല്ലയോ എന്നത് നോക്കാതെ ഇൻവെർട്ടർ എപ്പോഴും ലോഡ് ചെയ്യുന്നു. ലോഡ് എല്ലായ്പ്പോഴും ഇൻവെർട്ടറുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അതിനാൽ ഒരു മാറ്റവും നടക്കുന്നില്ല. മെയിൻസ് പവർ ഉള്ളപ്പോൾ അത് കറക്റ്റായി ബാറ്ററിക്ക് അക്രോസായി കൊടുക്കുന്നു. അതിനാൽ എല്ലാ സപ്ലൈ സിസ്റ്റം ട്രാൻസിയൻറ്റുകളും ബാറ്ററിയിൽ വേർതിരിച്ചിരിക്കുന്നു. കൂടാതെ ഇൻവെർട്ടർ എല്ലായ്പ്പോഴും ലോഡിലേക്ക് പ്യുവർ സൈൻ വേവും കോൺസ്റ്റൻ്റ് ആംപ്ലിറ്റ്യൂഡും നൽകുന്നു. അടുത്ത് റെപ്രസെൻറ്റ്സ് എ ബേസിക് ബ്ലോക്ക് ഡയഗ്രം ഓഫ് ആൻ ഓൺലൈൻ UPS. ബ്ലോക്ക് ഡയഗ്രത്തിൽ മെയിൻസ് ഇൻപുട്ട് താഴത്തെ നിലയിലേക്ക് താഴുകയും ഒരു തൈറിസ്റ്റർ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിയന്ത്രിത ഘട്ടം AC to DC കൺവെർട്ടർ വരെ പ്രയോഗിക്കുകയും ഫയറിംഗ് ആംഗിൾ നിയന്ത്രണം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ട്രയാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ വേവ് കാരിയർ ഉപയോഗിച്ച് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഉപയോഗിക്കുന്ന PWM ഇൻവെർട്ടർ ബാറ്ററി മോഡിൽ പ്രവർത്തിക്കുന്നു. പവർ ഔട്ട്പുട്ടുകൾ ഫിൽട്ടർ ചെയ്ത് ലോഡിന് നൽകി പവർ റേറ്റിംഗിനെ ആശ്രയിച്ച് PWM ഇൻവെർട്ടർ ഫ്രീക്വൻസി ശ്രേണിയിൽ 50 Hz സ്വിച്ച് ചെയ്യുന്നു. അതിനാൽ ഇൻവെർട്ടർ വരച്ച DC സൈഡ് കറണ്ടിൽ സ്വിച്ചിങ് ഫ്രീക്വൻസി ഘടകങ്ങൾ അടങ്ങിയിരിക്കും. ചാർജിങ് കറണ്ടിനൊപ്പം ഇൻവെർട്ടറിൻ്റെ DC സൈഡ് കറണ്ടിലെ രണ്ടാമത്തെ ഹാർമോണിക് കമ്പോണൻറ്റ് ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഈ രണ്ടാമത്തെ ഹാർമോണിക് വാല്യൂ വളരെ വലുതാണ്. ഇത് ബാറ്ററിയിലെ അനാവശ്യ സമ്മർദ്ദത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ ഡിസൈൻ ബാറ്ററിയുടെ ലൈഫിനെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. മെയിൻസ് ഉള്ളപ്പോൾ ലോഡ് പവർ കൺവെർട്ടർ ആണെങ്കിലും ബാറ്ററി നോഡിലെത്തുകയും അവിടെ നിന്ന് ഇൻവെർട്ടറിലേക്ക് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഇരട്ട വൈദ്യുതി പരിവർത്തനം നടക്കുന്നു. കൺവെർട്ടർ, ഇൻവെർട്ടർ, 2 ലെവൽ ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫോർമേഴ്സ് അതിൻ്റെ പ്രക്രിയയിൽ വൈദ്യുതി നഷ്ടത്തിന് കാരണമാകുന്നു. അതിനാൽ ഈ ഡിസൈനിൻ്റെ കാര്യക്ഷമത ഓഫ്ലൈൻ ഡിസൈനിനേക്കാൾ കുറവാണ്. ശരിയായി ഡിസൈൻ ചെയ്ത കൺട്രോളിംഗ് സംവിധാനത്തിൽ ബാറ്ററി വോൾട്ടേജ് മെഷർ ചെയ്യുകയും ഒരു സെറ്റ് ഫ്ലോട്ട് വോൾട്ടേജുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു. ആനുപാതികമായ കൺട്രോളറിൽ ഫോൾട്ട് പ്രോസസ്സ് ചെയ്യുകയും ബാറ്ററിയിലേക്ക് ഫ്ലോ ചെയ്യുക ചാർജിങ് കറൻറ്റ് പ്രോസസ്സ് ചെയ്ത മിസ്റ്റേക്ക് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഓൺലൈൻ UPSനായി കറൻറ്റ് ചാർജ് ചെയ്യുന്നത് പെർമനൻ്റ് ആയിരിക്കും. മെയിൻസ് ഉള്ളപ്പോൾ പോലും ബാറ്ററി ഡിസ്ചാർജ് മോഡിൽ ആണെന്ന് പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ബാറ്ററി ലോഡ് കറൻറ്റ് മെയിൻസുമായി ഷെയർ ചെയ്യുന്നു. മെയിൻസ് വോൾട്ടേജ് ലോ ആകുകയും അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 75% മുകളിൽ ലോഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നു. ബൂസ്റ്റ് ടൈപ്പ് പവർ ഫാക്ടർ കറക്ഷൻ സർക്യൂട്ട് ഉപയോഗിച്ച് ഓൺലൈൻ UPSൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ കഴിയും. ഓൺലൈൻ UPS അഡ്വാൻറ്റേജസ്: കോൺസ്റ്റൻ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്, നോ AVR കാർഡ്, ഫ്രീ ഫ്രം ചേഞ്ച് ഓവർ പ്രോബ്ലം, കോൺസ്റ്റൻ്റ് ചാർജിങ് കറൻറ്റ്. ഡിസഡ്വാൻറ്റേജസ്: കോംപ്ലക്സ് ഇൻ ഡിസൈൻ, ലോവർ എഫിഷ്യൻസി, ഹയർ കോസ്റ്റ്,
bigger in size and strain on the battery. Presets of an online UPS. The presets of offline UPS are different from the offline. Online UPS presets. Output high cut preset. PWM or ഫീഡ്ബാക്ക് സെക്ഷന് ഒരു ഫെയിലർ ഉണ്ടായാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 300 വോൾട്ടിന് മുകളിലേക്ക് ഉയരും. വളരെയധികം ഔട്ട്പുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് ലോഡിന് കംപ്ലൈൻ്റ് ആക്കും. ഈ കംപ്ലൈൻറ്റ് തീർക്കുന്നതിന് ഹൈ കട്ട് പ്രീസെറ്റ് ഉപയോഗിക്കുന്നു. ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രീസെറ്റ് പരിധിയിലെത്തുമ്പോൾ ഈ പ്രീസെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയ്ക്കുന്നു. ഈ പരിധി സജ്ജീകരിക്കുന്നതിന് PWM ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ പ്രീസെറ്റ് ഉപയോഗിച്ച് 265 വോൾട്ട് എത്തുന്നത് വരെ കൺട്രോൾ ചെയ്ത് ഔട്ട്പുട്ട് നിലനിർത്തുന്നതിന് ഹൈ കട്ട് പ്രീസെറ്റ് സജ്ജമാക്കുന്നു. ഓക്കെ, താങ്ക് യു.